ഹായ്, ഇന്നത്തെ എൻ്റെ യാത്ര വയനാട്ടിലെ അതിമനോഹരമായ ഒരു പ്രൈവറ്റ് പൂൾ വില്ലയിലേക്കാണ്. കാന്തൻപാറ വെള്ളച്ചാട്ടത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ സ്റ്റേക്കേഷനിൽ ഒരു 20 പേരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കൽപ്പറ്റ മേപ്പാടി ഊട്ടി റോഡിൽ കാന്തൻപാറ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് വേണം ഈ പ്രോപ്പർട്ടിയിലെത്താൻ. കാപ്പിത്തോട്ടത്തിന് നടുവിലൂടെ പ്രോപ്പർട്ടിയിലേക്കുള്ള യാത്ര തന്നെ നിങ്ങൾക്ക് വേറിട്ട ഒരു അനുഭവം സമ്മാനിക്കും. പച്ചപ്പാർന്ന മലനിരകളും ഇരുവശങ്ങളിലുള്ള മരങ്ങളും യാത്രയുടെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ തന്നെ തോന്നും. ഈ സ്റ്റേയുടെ മറ്റൊരു പ്രത്യേകത ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കാന്തൻപാറ വെള്ളച്ചാട്ടം തന്നെയാണ്. അധികം തിരക്കുകളൊന്നുമില്ലാതെ പ്രകൃതിയെ അടുത്തറിയാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത്. വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ 2 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ലയും കാന്തൻപാറ വെള്ളച്ചാട്ടവും നിങ്ങളുടെ ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്തണം. ഇതുപോലെ വയനാട്ടിലെ ഹിഡൻ ആയിട്ടുള്ള സ്റ്റേക്കേഷനുകളും വയനാട്ടിലെ ഹിഡൻ പ്ലേസുകളും അടുത്തറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കണ്ട. ഏകദേശം മെയിൻ റോഡിൽ നിന്ന് 5 കിലോമീറ്ററോളം ഉള്ളോട്ട് യാത്ര ചെയ്ത് വേണം ഈ പ്രോപ്പർട്ടിയിലെത്താൻ. വയനാടിൻ്റെ ഓരോ ഗ്രാമങ്ങളും അതിമനോഹരമാണ്. ഗ്രാമങ്ങളിലൂടെയുള്ള ഈ യാത്ര തന്നെ നിങ്ങൾക്ക് വേറിട്ട അനുഭവങ്ങൾ സമ്മാനിക്കും. ഏകദേശം ഈ പ്രോപ്പർട്ടിയുടെ മുറ്റം വരെ നമ്മളുടെ വാഹനങ്ങളിൽ തന്നെ എത്താൻ സാധിക്കും. ട്രാവലർ വരെയുള്ള വണ്ടി ഇവിടെ എത്തും. പ്രോപ്പർട്ടിയിലെത്തിയാൽ പിന്നെ വേറൊരു വൈബ് തന്നെയാണ്. മലനിരകളിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും വയനാടൻ മലമടക്കുകളുടെ വശ്യതയാർന്ന സൗന്ദര്യവും നിങ്ങളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തും. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ കിച്ചൺ ഫെസിലിറ്റിയും ഗ്രില്ലിംഗ് ഫെസിലിറ്റിയും ക്യാമ്പ് ഫയറിനുള്ള ഏരിയയും ഡൈനിങ് ഏരിയയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ജോലി തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റേക്കേഷനാണ് ഈ പ്രോപ്പർട്ടി. ഇവിടുത്തെ പൂളിൽ നിന്നുകൊണ്ട് നമുക്ക് സൂചിപ്പാറയും റാണിമലയും അട്ടമലയും കാന്തൻപാറയും എല്ലാം ഇവിടുന്ന് ഒരുപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഏകദേശം 2.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ വില്ലയിൽ മേൽഭാഗത്തായിട്ടൊരു റൂമും താഴ്ഭാഗത്ത് അതേപോലെ തന്നെയുള്ള ഒരു റൂമാണ് ഉള്ളത് കേട്ടോ. മേൽഭാഗത്താണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണുള്ളത്. ഏകദേശം 10 പേരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 2 വലിയ കട്ടിലുണ്ട്. പിന്നെ എക്സ്ട്രാ ബെഡൊക്കെ ആയിട്ട് 10 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും മുകളിലെ റൂമിൽ തന്നെ. അതുപോലെ താഴത്തെ റൂമാണെങ്കിലും 2 വലിയ ബെഡ് സ്പേസ് ആണുള്ളത്. എക്സ്ട്രാ ബെഡൊക്കെ ആയിട്ട് 10 പേരെ നമുക്ക് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും.
ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടിയിൽ റൂമൊക്കെ നല്ല ഹൈജീനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. പ്രോപ്പർട്ടിയുടെ ഏത് വശത്തു നിന്ന് നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല വയനാടൻ മലനിരകളുടെ ദൃശ്യഭംഗി അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ പ്രോപ്പർട്ടി. അതുപോലെ ഒരു വാച്ച് ടവറും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂളിന് തൊട്ട് മേലെയായിട്ട് നല്ലൊരു വാച്ച് ടവറുണ്ട്. ഈ വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ അടിപൊളി വ്യൂ ആണ്. നല്ല കോടമഞ്ഞും തണുത്ത കാറ്റും ഒക്കെ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. വയനാടിൻ്റെ ഏത് കാലാവസ്ഥയിലും നല്ല അടിപൊളി ആംബിയൻസും ക്ലൈമറ്റും കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ വാച്ച് ടവറിൽ നിന്നാൽ സൂചിപ്പാറയുടെ അതിമനോഹരമായൊരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. മഴയുള്ള ടൈമൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാകും കേട്ടോ. പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാറിയാണ് നമ്മുടെ കാന്തൻപാറ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. അധികം തിരക്കുകളൊന്നുമില്ലാതെ പ്രകൃതിയെ അടുത്തറിയാൻ കഴിയുന്ന ഒരു വാട്ടർഫാളാണ് കാന്തൻപാറ വാട്ടർഫാൾ. നമ്മൾ പോയ ടൈം ജൂൺ ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്ത് അത്യാവശ്യം വെള്ളച്ചാട്ടത്തിൽ നല്ല വെള്ളവും ഉണ്ടായിരുന്നു. പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്ന തെളിഞ്ഞ വെള്ളവും ചുറ്റുമുള്ള പച്ചപ്പും ചേർന്ന് മനസ്സിനെ ശാന്തമാക്കുന്ന കാഴ്ചയാണ് ഇവിടെ. മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി അടിപൊളിയാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും കുടുംബത്തോടൊപ്പം ഒരു ദിവസം മനോഹരമായി ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കാന്തൻപാറ ഒരു മികച്ച ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ. വലിയ ആൾക്കാർക്ക് 40 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. നമുക്ക് വാട്ടർഫാളിൽ അധികം വെള്ളമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും. അത് തന്നെ അടിപൊളിയാണ്. വയനാട്ടിലെ വേറെ ഒരു സ്ഥലത്തും നമുക്ക് ഇറങ്ങുന്നതിന് കുറേ റെസ്ട്രിക്ഷനുകളുണ്ട്. ഇവിടെ അതൊന്നുമില്ല. വെള്ളം കൂടുതലാണെങ്കിൽ മാത്രം അവർ ഇറങ്ങണ്ടെന്ന് പറയും, അത്രയേ ഉള്ളൂ. മഴ പെയ്ത് വാട്ടർഫാളിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. എന്നാലും നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് കേട്ടോ. ജൂൺ മാസം ആയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടവും പരിസരവും നല്ല പച്ചപ്പായി അടിപൊളിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. അടുത്ത ഒരു മനോഹരമായ യാത്രയുമായി വീണ്ടും കാണാം.